തിരുനെല്ലി പഞ്ചായത്ത് കെ ശബരിനാഥൻ യു.ഡി.എഫ് പിന്നിലാണ്. ഒരു ഫ്ലാഷ് ന്യൂസ്. കെ ശബരിനാഥൻ എം.എൽ.എ ആയിരുന്ന ആര്യനാട് എം.എൽ.എ ആയിരുന്ന കെ ശബരിനാഥൻ ഇപ്പോൾ പിന്നിലാണ് എന്ന് വാർത്ത വരുന്നു. അരുവിക്കര. ഓക്കെ, അരുവിക്കരയാണ്. അപ്പൊ കെ ശബരിനാഥൻ കവടിയാർ വാർഡിൽ നിന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അവിടെ ശബരിനാഥൻ പിന്നിലാണ്. വയനാട് തിരുനെല്ലിയിൽ ബി.ജെ.പി ജയിച്ചു ഒരിടത്ത്. തിരുനെല്ലി, വയനാട് തിരുനെല്ലി, ചരിത്ര പ്രസിദ്ധമായ തിരുനെല്ലിയിൽ ബി.ജെ.പി വിജയിച്ചു എന്നുള്ളത്. കാസർഗോഡ് നഗരസഭ 1-ം വാർഡ് കോർപ്പറേഷനിലെ ആർ ശ്രീലേഖ ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. ശ്രീലേഖ പിന്നിലാണ്. അപ്പൊ പിന്നിൽ പോകുന്ന രണ്ടാമത്തെ വി.ഐ.പി കാൻഡിഡേറ്റ്, ഒന്ന് ശബരിനാഥൻ, 2 ആർ ശ്രീലേഖ, 2 വി.ഐ.പി കാൻഡിഡേറ്റ്സുകൾ പിന്നിലാണ്. ഐ.പി.എസ് പറയാൻ പാടില്ല. തൃപ്പൂണിത്തുറയിൽ എൻഡിഎ മുന്നേറ്റം. 3 സീറ്റ് കൂടുതലുണ്ട് അവിടെ. തൃപ്പൂണിത്തുറയിൽ നഗരസഭയിൽ 2 സീറ്റിൽ എൽ.ഡി.എഫ് ജയിച്ചു എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. എറണാകുളത്ത് മുനിസിപ്പാലിറ്റികളിൽ യു.ഡി.എഫിന് തിരിച്ചുവരവുണ്ട്. 9 മുനിസിപ്പാലിറ്റികൾ യു.ഡി.എഫ് ലീഡ് ചെയ്യുന്നവിടെ. ശ്രീകണ്ഠാപുരത്ത് 6-ാം വാർഡിൽ എൽ.ഡി.എഫിന് ഷിജിത്ത് ജയിച്ചു, 5-ൽ എൽ.ഡി.എഫ് ജയിച്ചു, 8-ൽ എൽ.ഡി.എഫ് ജയിച്ചു. അങ്ങനെ കുറേയധികം വിവരങ്ങൾ വന്നു. പെരിങ്ങര പഞ്ചായത്തിലെ 1-ാം വാർഡിൽ യു.ഡി.എഫിലെ മിനിമോൾ ജോസ്, കൺഗ്രാറ്റ്സ്. മിനിമോൾ ജയിച്ചു. മിനിമോൾ കൺഗ്രാറ്റ്സ്. നമ്മുടെ സന്ധ്യ ജയിച്ചു. അവിടെ 2-ാം വാർഡിൽ പെരിങ്ങരയില് സന്ധ്യ. അഭിനന്ദനങ്ങൾ. അതെ, കേരള കോൺഗ്രസ് ബി കൊല്ലം ജില്ലാ പ്രസിഡന്റ് എ ഷാജു വിജയിച്ചു. കൊട്ടാരക്കര നഗരസഭയിൽ എസ്കെന്റെ കൊട്ടാരക്കര നഗരസഭയിലെ കുലശേഖര നെല്ലൂരാണ്. അവിടെ ജയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വി രാജേഷ് എൻ.ഡി.എ സ്ഥാനാർത്ഥി മുന്നിലാണ് എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. വി രാജേഷ് അവരുടെ ജില്ലാ പ്രസിഡന്റ് രാജേഷ് മുന്നിലാണ് എന്ന വാർത്ത വരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ എൽ.ഡി.എഫ് 5, യു.ഡി.എഫ് 1, എൻ.ഡി.എ 8 തിരുവനന്തപുരത്ത്. ഈ ഗ്രാമപഞ്ചായത്തിന്റെ ചിത്രം വരുമ്പോ 120 എൽ.ഡി.എഫ് ലീഡ് ചെയ്യുന്നു, 89 യു.ഡി.എഫും 9 എൻ.ഡി.എയും ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ് വരുന്നത്. കോർപ്പറേഷനിലേക്ക് വന്നാൽ 6 കോർപ്പറേഷൻ, അതിൽ 3 എൽ.ഡി.എഫ്, 2 യു.ഡി.എഫ്, എൻ.ഡി.എ ഒരു സ്ഥലത്തും. 2020 നമ്മൾ കണ്ടത് എൽ.ഡി.എഫിന് ഒരു സമഗ്രാധിപത്യമായിരുന്നു. അത് ചിലയിടങ്ങളിൽ എൻ.ഡി.എ ഞെട്ടിച്ചിരിക്കുന്നു അല്ലേ? പറയുന്നു നമ്മുടെ നിയമസഭയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായിട്ട് എടുക്കുകയാണെങ്കിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് ഏതാണ്ട് പലയിടങ്ങളിലും ഒപ്പത്തിനൊപ്പം. ഗ്രാമപഞ്ചായത്തിലെ 89 120 അത് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് കുറച്ച് അവിവേകമാണ്. പറയാൻ പറ്റില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് ക്യാമറമാൻ പറയുന്നത് പിറകോട്ടിറങ്ങണോ? ഞാൻ വിചാരിച്ചു സ്ഥാനാർത്ഥികളാണ്. അല്ല, കണ്ണൂർ കോർപ്പറേഷൻ 2 എൽ.ഡി.എഫ് ലീഡ്. കണ്ണൂർ കോർപ്പറേഷൻ 2 എൽ.ഡി.എഫ് ലീഡ്. കണ്ണൂരെ ചെങ്കോട്ടൽ കോർപ്പറേഷൻ മാത്രം അവർക്ക് ഇങ്ങനെ കയ്യെത്താൽ നിൽക്കുകയാണ്. നിയോജകമണ്ഡലത്തിലെ പ്രശ്നം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആഞ്ഞു പിടിക്കുകയാണ്. കാഞ്ഞങ്ങാട് നഗരസഭ കട്ടക്കോട്ട എൽ.ഡി.എഫ് 2, യു.ഡി.എഫ് 2. കൊച്ചി കോർപ്പറേഷൻ എൽ.ഡി.എഫ് ലീഡ് ചെയ്യണം. 13 എൽ.ഡി.എഫ്, 5 ഇടങ്ങളിലേ ഉള്ളൂ യു.ഡി.എഫ്. ഏറ്റവും അവസാനം കണക്ക് കിട്ടുമ്പോ 241 കെ പ്രേക്ഷകർ യൂട്യൂബിൽ മാത്രം നമ്മളെ കണ്ടുപിടിക്കുന്നു. അതായത് 2,41,000. 2,41,000 പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. എല്ലാവരും കൈ കാണിച്ചാൽ കണ്ടു. വിളിച്ചാൽ കേൾക്കുന്ന പ്രേക്ഷകരാണ്. ഒരേ പേരിൽ 150 പേരുകൾ ഉണ്ടാവില്ല. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോഴഞ്ചേരി ഡിവിഷനിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. വിജയകുമാർ, ഈ ഗ്രാമപഞ്ചായത്തിലെ ചിത്രം കുറച്ചുകൂടി എൽ.ഡി.എഫിന് അനുകൂലമാകുന്നു. 126 എൽ.ഡി.എഫ് ലീഡ് ചെയ്യുമ്പോൾ 99 മാത്രമേ യു.ഡി.എഫ് ലീഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അത് ഒപ്പത്തിനൊപ്പം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് യു.ഡി.എഫ് 103, 134 എൽ.ഡി.എഫ്, 103 യു.ഡി.എഫ്. 134 പഞ്ചായത്തിന്റെ ചിത്രം ഇതാണ്. കോർപ്പറേഷൻ 4 എൽ.ഡി.എഫ് ലീഡ് ചെയ്യുന്നു. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ യു.ഡി.എഫ് ലീഡ് ചെയ്യായിരുന്നു. ഇപ്പൊ എൽ.ഡി.എഫ് ലീഡ് തിരിച്ചു പിടിച്ചു. കൊച്ചി കോർപ്പറേഷൻ 6 കോർപ്പറേഷനിൽ 4 എൽ.ഡി.എഫ് ലീഡ് ചെയ്യുന്നു. യു.ഡി.എഫ് 1, എൻ.ഡി.എ 1. പത്തനംതിട്ടയിലെ നഗരസഭയിൽ എസ്.ഡി.പി.ഐ 3 സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. 3 എസ്.ഡി.പി.ഐ പോയി പറയാൻ പറ്റത്തില്ല. ലീഡ് അല്ല, ഒരു നഷ്ടമായ തോറ്റു. പത്തനംതിട്ട നഗരസഭ തോറ്റു.
എന്താണ് അവിടെ തോറ്റാ മൂന്നുപേർ പിന്നെ ജയിച്ചു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. തോറ്റുപോയി. ഇപ്പൊ കേരളത്തിലെ പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്ന UDF. 3-ാം വാർഡിൽ UDF ജയിച്ചു. റിയ ചീരാൻകുട്ടി റിയ ചീരാൻകുട്ടി ഓഫ് റോഡ് റൈഡർ ആയിരുന്നു. പാലാ നഗരസഭ 8-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചു. റിയ അഭിനന്ദനങ്ങൾ. റിയ കൺഗ്രാറ്റ്സ്. ആഷ്മി, നമുക്ക് കേരളത്തിന്റെ മുഴുവൻ ചിത്രം ഒന്ന് കൊടുത്താലോ? കേരളത്തിലെ കോർപ്പറേഷൻ 6 കോർപ്പറേഷനുകൾ, LDF 4, UDF 1, NDA 1, മുനിസിപ്പാലിറ്റി മൊത്തം 86, LDF 28, UDF 26, NDA 3, ജില്ലാ പഞ്ചായത്ത് മൊത്തം 14, LDF 3, UDF 7, NDA 0. 0. അല്ലാതെ 0 ഉള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് മൊത്തം 152, LDF 39, UDF 31, ഗ്രാമപഞ്ചായത്ത് മൊത്തം 941, LDF 134, NDA 10. എല്ലാം കണക്ക്. പക്ക, പക്ക, പക്ക. ആഷ്മി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പറയാൻ പറ്റില്ല. 131, 104 ഒപ്പത്തിനൊപ്പം. തിരുവനന്തപുരത്തെ പുതിയ കണക്ക് NDA 9, UDF 1, തിരുവനന്തപുരം കോർപ്പറേഷൻ LDF 6, നിങ്ങൾ പറഞ്ഞേ NDA 9, 6 UDF, LDF 6, UDF 1. അയ്യോ, ഒരു UDF NDA 9. അപ്പൊ ചിലപ്പോ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തും NDA സംഭവിക്കാം. പിടിക്കാനുള്ള സൂചന തെളിയിക്കണം. എന്തും സംഭവിക്കാം. NDA 9, LDF 6, UDF 1, UDF 1, LDF 6, NDA 9. അതൊരു പക്ഷെ തൂക്കിലേക്ക് പോവാ തൃശ്ശൂർ കോർപ്പറേഷനിലെ UDFന്റെ വലിയ മുന്നേറ്റമാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.